ഹോയ് ചങ്കുകളി, നെക്സ്റ്റ് കളിയുമായിട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. ഇത് നമ്മുടെ ഒരു പാപ സബ്സ്ക്രൈബർ ആണ്. അതുകൊണ്ട് നമുക്ക് സബ്സ്ക്രൈബിനെ തോപ്പിക്കുന്നതിൻ്റെ സുഖം ഒന്ന് കിട്ടും നോക്കാം. നമ്മൾ ബ്ലണ്ടർ കളിക്കുകയാണ്. ബ്ലണ്ടർ നമ്മൾ ബ്ലണ്ടറിൽ കളിച്ച് എങ്ങനെ ജയിക്കാം, അതാണ് മെയിൻ സംഭവം. നൈറ്റിനെ ഇറക്കി 5 മിനിറ്റ് കളിയാണ് കേട്ടോ. 5 മിനിറ്റിൽ എങ്ങനെ തോൽപ്പിക്കാം. ബിഷപ്പിനെ റൂട്ട് എടുക്കുക, വഴി ഒഴുക്കുക, വെട്ടായിട്ട് തരുക, വെട്ടുക. പിന്നെ വേറെ അപ്പീലില്ല. വെട്ടാനിട്ട് തന്നാൽ വെട്ടും. ഇതൊക്കെ സ്ഥിരം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇതിനകത്തൊന്നും പേടിക്കാനൊന്നുമില്ല. പിന്നെ നെക്സ്റ്റ് വെട്ടലോട് വെട്ടൽ. ഇതെല്ലാം ബുദ്ധിമാനായിട്ടുള്ള നമ്മുടെ ചങ്ക് കളിക്കാരനാകട്ടെ. നമ്മുടെ ചങ്ക് കളിക്കാരൻ നല്ല ആസലായിട്ട് കളിക്കുന്നുണ്ട്. ഈ കളി ജയിക്കാമോ ഇപ്പൊന്നും പറയാറായിട്ടില്ല. കളി 2 ഭാഗത്തേക്ക് മാറി നിൽക്കാം. പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ചാമ്പിക്കും. ഇതുപോലുള്ള ചെസ് വീഡിയോസ് വീണ്ടും വന്നുകൊണ്ടിരിക്കും. നൈറ്റ് അടുത്തെൻ്റെ ആഗ്രഹം നൈറ്റിനെ അടക്കണം. അതിനുള്ള സാഹചര്യം ഒരുക്കി തരുമെന്ന് അറിയില്ല. എന്തായാലും 3 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു പുള്ളിക്ക് കേട്ടോ. പുള്ളിക്കാരന് 3 മിനിറ്റ് കഴിയാറായി. യെസ്, നല്ലൊരു മൂവ്മെൻ്റ് ആയിരുന്നു. നല്ല കിഡിലെ മൂവ്മെൻ്റാണ്. പക്ഷേ ഞാൻ വലിയ പ്ലാനിങ് ഒന്നും ഇല്ല കേട്ടോ. പ്ലാനിങ് ഒന്നും ഇല്ലാതെ കളിക്കുന്നത്. പോണാൽ പോകട്ടുമാ. നല്ല രീതിയിൽ പ്ലാനിങ് ഒന്നും ഇല്ലാതെ ഷൂന്ന് കളിച്ച് പോകും. എന്നാൽ ചിലരുണ്ട് നല്ല കട്ടയ്ക്ക് പ്ലാൻ ചെയ്ത് ജയിക്കാൻ വേണ്ടി കളിക്കുന്നവർ. 10 നീക്കമൊക്കെ. അതൊക്കെ ഗ്രാൻഡ് മാസ്റ്റേഴ്സ്. നമ്മൾ വരും മാസ്റ്റേഴ്സ്. കണ്ടോ, നല്ല കിഡിലെ മൂവ്മെൻ്റ് ആയിരുന്നു. പക്ഷെ അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. നമ്മളതും പൂട്ടും, അതിൻ്റെ അപ്പുറവും പൂട്ടും. അയ്യോ, അത് പാളിച്ചായിപ്പോയി. മണ്ടനാണ് അതൊരു മണ്ടത്തരം മൂവാണല്ലേ. ഗുഡ്. മണ്ടത്തരം ഒന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ എന്തോ ഒരു മിസ്റ്റേക്ക് മാറ്റുന്നു. മിസ്റ്റേക്ക് മാറ്റത് വെറുതെ ആയില്ല. കണ്ട അസൽ മണ്ടത്തരം കണ്ട. ഇനി എന്ത് ചെയ്യും? അടുത്ത മൂവ്മെൻറ്റ് അല്ല, അമ്മ തള്ളിക്കൊണ്ട് വരിക. ഇവിടെ എന്ത് നടക്കും? അതിന് മുമ്പ് ഇവിടെ പൂട്ടണം. ഇവിടെ പൂട്ടുന്ന ഇപ്പം എങ്ങനെ? യെസ് പൂട്ടാൻ ചാൻസ് ഇല്ല. അപ്പോൾ നമ്മൾ മിടുക്ക സബ്സ്ക്രൈബ് ചെയ്തേക്ക് നല്ല കിട്ടിയിലെ മൂവ്മെൻറ്റുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കിട്ടിയിലെ മൂവ്മെൻറ്റ് നമുക്ക് പൂട്ടാൻ ഒക്കുമ്പോൾ നോക്കാനേ പറ്റൂ. യെസ്. ഓഹോ, പണി കിട്ടുമെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ വെട്ടൊക്കെ കണ്ടാൽ മറിക്കുമെന്ന് തോന്നുന്നു. പോകാൻ പറ. ഇതൊക്കെ നമ്മളെത്ര കണ്ടിരിക്കുന്നു. അടുത്ത മൂവ്മെൻറ്റ് ചെക്ക്. അത് ഞാൻ സമ്മതിക്കത്തില്ല മോനസേ. ഇതാണ് എൻ്റെ ബുദ്ധി. ചെക്ക്.
പുള്ളിക്കാരൻ ഇനി 2 മിനിറ്റാണ് കേട്ടോ. മന്ത്രി ഞാനങ്ങ് എടുക്കുക. മന്ത്രി എനിക്ക് വേണം. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ ഇരിക്കട്ടെ. അപ്പം നമ്മുടെ ചങ്ക് സബ്സ്ക്രൈബർ നല്ല കിടിലനായിട്ട് കളിക്കുന്നുണ്ട്. നല്ല രീതി, നല്ല മനോഹരമായിട്ട് കളിക്കുന്നുണ്ട്. ചെക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതി നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. ബിഷപ്പിനെ ഇറക്കി ഒന്ന് കളിച്ച് വെക്കാം. ബിഷപ്പ് C5. യെസ്, നമ്മൾ ഉദ്ദേശിച്ച സാധനം തന്നെ കിട്ടി. ചെക്ക്. ഇത് മുൻകൂട്ടി ധാരണയുണ്ടായിരുന്നു കേട്ടോ. ആഹാ, അതിലൊന്നും കാര്യമില്ല. ഇപ്പം ഓരോന്നിനെ വെട്ടി നോക്കണം. അടുത്ത മൂവ്മെൻറ്റ് എന്തോ ചെയ്യും അറിയാവുന്നവർ പറയുകയും ഒരു ചെക്കിരിക്കട്ടെ. അപ്പോൾ പൂർണ്ണ ആധിപത്യം നമ്മുടെ കയ്യിലിരിക്കുകയാണ്. അതിന് മാറുമോയെന്ന് അറിയത്തില്ല. ഇപ്പം കറക്റ്റ് പോയിന്റിൽ പൂർണ്ണ ആധിപത്യം നമ്മുടെ കയ്യിലാണ്. ജയസാധ്യത. യെസ്, അത് നല്ലൊരു മൂവ്മെൻ്റ് ആയിരുന്നു. ചെക്ക്. യെസ്, ഗുഡ്. ഓരോന്നിനെ ഇതുപോലെ വെട്ടിയെടുക്കും. പേടിക്കാനില്ല, കാരണം ഐറ്റംസ് നമ്മുടെ ഉണ്ടല്ലോ. ദെൻ ചെക്ക്. അപ്പം നമ്മളിവിടെ കളിച്ച നമ്മുടെ സബ്സ്ക്രൈബ് ചങ്കിന് താങ്ക് യു, നന്ദി എന്നൊക്കെ പറയാം. നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്, നല്ല പ്ലെയറാണ്. ഇതുവരെ നിങ്ങൾക്കും കളിക്കണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. നമുക്കിങ്ങനെ ഓരോന്നും വെട്ടി എടുക്കാം. ചെക്ക്. പുള്ളിക്ക് ഇനി 1 മിനിറ്റ് ഉണ്ട്, എനിക്കിനി 50 സെക്കൻഡേ ഉള്ളൂ. ഡാർക്ക് തീമാണല്ലോ. ചെക്ക്. ഇനി സ്പീഡപ്പ് ആക്കിയില്ലെങ്കിൽ ചിലപ്പം പണി പാലും വെള്ളത്തിൽ കിട്ടും. പുള്ളിക്ക് ഒരു 1.5 മിനിറ്റ് ഉണ്ട്, എനിക്ക് 47 സെക്കൻഡ് കൂടെ ഉള്ളൂ. പുള്ളി റിസൈൻ ചെയ്യുക കേട്ടോ, കളിക്കാൻ താമസം എടുക്കുന്നുണ്ട്. എന്നാൽ ഇനിയിപ്പം പൂർണ്ണ ആധിപത്യം എനിക്കാണ്. റിസൈൻ ചെയ്തു, ഞാൻ ജയിച്ചിരിക്കുന്നു. താങ്ക് യു. അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെയ്ക്കും ഗുഡ് ബൈ.